അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ അവിടുത്തെ അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് യുദ്ധത്തെ പറ്റിയിട്ട് വലിയ കാര്യങ്ങൾ പലതും പറഞ്ഞു. യുദ്ധം നിൽക്കുമെന്നൊക്കെയാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ട്രംപ് പറയുന്നത് ഇറാന്റെ സർവനാശം ഞങ്ങൾ 3 ആഴ്ച കൊണ്ട് 2-3 ആഴ്ച കൊണ്ട് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. നേവിയെ തീർത്തു, എയർഫോഴ്സിനെ തീർത്തു എന്നെല്ലാം പറയുന്നുണ്ട്. ശരിക്കും ആ, യുദ്ധത്തിൽ അമേരിക്ക വിജയിച്ച് നിൽക്കുകയാണോ അതോ ഇറാൻ ഒന്നും ഏൽക്കാതെ നിൽക്കുകയാണോ? ഇത് ഒരു ആ, വളരെ നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ഈ അമേരിക്ക ഇറാൻ യുദ്ധം. അപ്പം ഞാൻ ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് അവരുടെ ടെലിവിഷൻ ചാനലുകളിൽ, അവരുടെ പത്രങ്ങളിൽ, നമ്മുടെ പത്രങ്ങളിലൊക്കെ വരുന്ന ഒരു വാർത്ത വളരെ ശ്രദ്ധേയമാണ്. കാരണം ഇറാൻ്റെ യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് അടുത്തു. ഒരു 3-4 ആഴ്ചക്കപ്പുറം അത് പോവില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇന്ന് രാവിലെ പ്രസിഡന്റ് ട്രംപ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു വൈറ്റ് ഹൗസിൽ നിന്ന്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഇറാനിൽ ഒരു നേതൃത്വ മാറ്റം ഉണ്ടായിരിക്കണം. പുതിയ നേതൃത്വം വളരെ റീസണബിളാണ്, വളരെ മോഡേൺ ഔട്ട്ലുക്കുള്ള ഒരു നേതൃത്വമാണ്. അവർക്ക് യുദ്ധം തീർക്കണം എന്ന ആഗ്രഹമുണ്ട്. അപ്പം മറ്റേ ഒരു താടിക്കാരനെ കൊന്നുമില്ല അവർ ആദ്യത്തെ ഖമനേയി. 28-ാം തീയതി ഖമീനി. അയാൾ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഒരു സുലൈമാനി എന്ന് പറഞ്ഞ ഒരാളെ കൊന്നു അവർ. ദെൻ വേറെ 1-2 പേര് കൂടി പ്രധാനപ്പെട്ട വ്യക്തികൾ അവരെയൊക്കെ കൊന്നു. അപ്പോൾ അങ്ങനെ അവർ പറയണത് ഈ മതഭ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ ഞങ്ങൾ നശിപ്പിച്ചു, ഞങ്ങൾ എലിമിനേറ്റ് ചെയ്തു എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പുതിയ ഭരണകൂടം, പുതിയ നേതൃത്വം, ഇറാനിലെ പുതിയ നേതൃത്വം യുദ്ധത്തിന് ഒരു അവസാനം വരുത്താൻ, അറുതി വരുത്താൻ താല്പര്യമുള്ളവരാണ്. അവർ വളരെ റീസണബിളാണ്. അവർ അമേരിക്കയുമായി സന്ധി സംഭാഷണത്തിന് തയ്യാറാണ് എന്ന വിവരം അവരെ അറിയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ അത് ഇന്ന് പറഞ്ഞതിൽ ഒരു കാര്യമുള്ളത്, ഈ ഹോർമസ് സ്ട്രൈറ്റിൽ എന്ത് നടന്നാലും അദ്ദേഹത്തിന് കാര്യമില്ല. അദ്ദേഹം തീരെ താല്പര്യമില്ല ഹോർമസ് സ്ട്രൈറ്റ്. കാരണം അദ്ദേഹത്തിന് അവരുടെ എണ്ണയോ ഗ്യാസോ ഒന്നും വേണ്ട. ഇനിയുള്ളത് ഹോർമസ് സ്ട്രൈറ്റ് ഉപയോഗിച്ച് എണ്ണ കടത്തിക്കൊണ്ടുവരുന്ന രാജ്യങ്ങൾ നേരിട്ട് കയ്യേറുക എന്നുള്ളതാണ്. അതിനുള്ള ലൈസൻസും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. എനിക്ക് യാതൊരു താല്പര്യമില്ല, ഞങ്ങൾക്ക് എണ്ണയുടെ ആവശ്യമില്ല, ഗ്യാസിൻ്റെ ആവശ്യമില്ല. ഞങ്ങളുടെ നാട്ടിൽ തന്നെ എണ്ണയുണ്ട്, പിന്നെ ഗ്യാസും ഉണ്ട്. വെനിസ്വേലയുണ്ടല്ലോ. അതെ, അതും പറഞ്ഞു. വെനിസുലയുടെ എണ്ണയുണ്ട് ഞങ്ങൾക്ക്. പശ്ചിമേഷ്യയിൽ അദ്ദേഹം ഒരു എണ്ണ എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ അത് കൊള്ളയടിക്കാനോ ഒന്നും അദ്ദേഹം ശ്രമിക്കുന്നില്ല, അമേരിക്ക ശ്രമിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് യുദ്ധം ഏതാണ്ട് തീരാറായി. ഇനിയിപ്പോൾ എന്തായി പുതിയ തന്ത്രം എന്നെനിക്കറിയില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ, ഇപ്പം നാറ്റോയിലെ മറ്റ് രാജ്യങ്ങളും എല്ലാവരും തന്നെ പ്രസിഡന്റ് ട്രംപിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഈ ഹോർമസ് സ്ട്രൈറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറല്ല. അമേരിക്കനെ സഹായിച്ചിട്ടില്ല അവർ സൈനികമായിട്ട്. അത് മാത്രമല്ല, വേറൊരു കാര്യം പറയുന്നത്, ഗൾഫിലെ മറ്റ് 7 രാഷ്ട്രങ്ങൾ അമേരിക്കയോട് പറഞ്ഞിരിക്കണം അവരെ സഹായിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ, UAE, ഖത്തർ, ഇങ്ങനെയുള്ള രാഷ്ട്രങ്ങൾ. അപ്പോൾ അദ്ദേഹം പറയുന്നത് വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഓർത്തിരിക്കണം. 45,000 ഇറാനിയൻ ജനതയെയാണ് ഈ ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വകവരുത്തിയത്. സ്വന്തം നാട്ടിലെ സ്വന്തം ജനങ്ങളെയാണ് അവർ വകവരുത്തിയത്, ഈ മതഭ്രാന്ത ഭരണകൂടം. അതൊരു ഓർമ്മയായിട്ട് മാറി. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ യുദ്ധത്തിലേക്ക് ഞങ്ങളെ വലിച്ചഴിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ഒന്ന്, ബെയ്റൂട്ടിൽ വെച്ച് 2000-ലോ 2003-ലോ വെച്ച് ബെയ്റൂട്ടിൽ ഈ 83-ലെ കണക്കാണ് അദ്ദേഹം പറഞ്ഞത്. ബെയ്റൂട്ടിൽ ഏതാണ്ട് 240-ഓ 250-ഓ അമേരിക്കൻ സൈനികരെ വധിച്ചു, ബോംബെറിഞ്ഞ് ഒറ്റ കൊന്നു. അതിനുശേഷം USS കോൾ എന്ന് പറയുന്നൊരു കപ്പലിൽ ബോംബെറിഞ്ഞ് 18 പേരെ കൊന്നു, 45 പേരെ അവർക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റി. അപ്പോൾ ഇതിൻ്റെയൊക്കെ അന്വേഷണത്തിൽ തെളിഞ്ഞത്, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനൊക്കെയാണ് വന്ന് അന്വേഷിച്ചതെന്ന്. ആ അന്വേഷണത്തിൽ തെളിഞ്ഞത് ഇതിൽ ഇറാനാണ് ഇൻവോൾവ് എന്നുള്ളതാണ്.
പിന്നെ എത്രയോ പേര് അതിനുശേഷം ഇറാനിലെ ജനങ്ങളെ തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും പോരാടിയ ജനങ്ങളെ ഈ പറയുന്ന ഖൊമൈനിയും കൂട്ടരും കൂടി കൊന്നൊടുക്കിയിട്ടുണ്ടെന്നറിയാം. അപ്പോൾ അദ്ദേഹം പറയണത് ഇതൊരു മേർഡറസ് റെജീമാണ്, കൊലപാതക ഭരണകൂടമാണിത്. ഇവർ പോകേണ്ടത് ആവശ്യമായി, അവർ പോയി. ഇനിയുള്ളത് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഭരണമാണ് അവിടെ വരാൻ പോകുന്നത്. അപ്പോൾ അത് ഉറപ്പാക്കിയിട്ടേ ഞങ്ങൾ പോകും. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തു. ഇറാനിപ്പം നേവിയോ എയർഫോഴ്സോ ഒന്നുമില്ല, എല്ലാത്തിനെയും അദ്ദേഹം പറയുമല്ലേ ഒബ്ലിറ്ററേറ്റ് ചെയ്തു. തീവ്രവാദികളെ മുഴുവനും ഭരണ നേതൃത്വത്തിൽ നിന്നും തുടച്ചു മാറ്റി. ഇതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് വേറെ ഒരു എന്താ കാര്യമുള്ളത് പ്രഖ്യാപനം, അത് ഇന്ന് പറഞ്ഞില്ല. പക്ഷേ മിനിങ്ങാന്നോ നാലെന്നുള്ള വന്ന വാർത്തയാണ് അമേരിക്ക നാറ്റോ സഖ്യം വിട്ടേക്കും. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അമേരിക്ക പേപ്പർ ടൈഗർ ആയിരുന്നു മാറി. അത് സോവിയറ്റ് യൂണിയന് എന്താ പറയുക കർട്ടൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്ത ഒരു സൈനിക സഖ്യമാണത്. പിന്നെ അതുപോലെ ഈ കഴിഞ്ഞ 24 മണിക്കൂറിൽ ലെബനനിലേക്ക് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 50ഓളം പേര് മരിച്ചിട്ടുണ്ട്, വളരെയധികം പേർ പരിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില $105, $103, $105 എതിരെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ യുദ്ധം അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു പച്ചക്കൊടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കണം. അമേരിക്കയിലെ എണ്ണവില കൂടിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് സമ്മതിച്ചു. പക്ഷെ അത് ഒരു താൽക്കാലിക പ്രതിഭാസമാണ്. പിന്നെ തനിക്ക് മുൻപ് ഉണ്ടായിരുന്ന പ്രസിഡന്റുമാർ, ഒബാമ എത്ര ബില്യൺ ഡോളറാണ് ഇറാന് കൊടുത്തതെന്നറിയോ ക്യാഷായിട്ട്? അദ്ദേഹം പറയുന്ന ഒബാമ $1.7 ബില്യൺ, അത് എത്ര രൂപയാണോ അല്ലെങ്കിൽ എത്രയാണ് അതെന്ന് പ്രിയൻ കണക്കാക്കിക്കൊള്ളൂ. ഇറാന് കൈക്കൂലി കൊടുക്കുന്ന രീതിയിലാണ് കൊടുത്തത്. അത് വിർജീനിയ എന്നുള്ള ബാങ്കിലും പിന്നെ വാഷിങ്ടണിൽ നിന്നുള്ള ബ്രാഞ്ചിൽ നിന്നൊക്കെ പൈസ എടുത്ത് ക്യാഷ് വിമാനത്തിൽ സ്റ്റഫ് ചെയ്തുകൊണ്ടാണ് കൊടുത്തത്. പക്ഷേ അദ്ദേഹം പറയണത് ഈ B-2 വിമാനങ്ങൾ, ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച 2025 തന്നെ ഇറാൻ്റെ ന്യൂക്ലിയർ പവർ ഫെസിലിറ്റി അവരില്ലാതാക്കിയിരുന്നു. അവർക്കൊരു ന്യൂക്ലിയർ പവർ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്താ നടക്കുമായിരുന്നു? അദ്ദേഹം 2 തവണ പറഞ്ഞിരുന്നു. അത് ഈ ഡെത്ത് ടു USA, ഡെത്ത് ടു ഇസ്രായേൽ എന്നാണ് അവർ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. ഇവരുടെ കയ്യിൽ അണുബോംബുണ്ടെങ്കിൽ ഇവരെന്തൊക്കെ ചെയ്തുകൂടാ? ഇപ്പോൾ അവരുടെ മിസൈല് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്താവുന്ന മിസൈൽ വരെ അവർ ഡെവലപ്പ് ചെയ്യുമായിരുന്നു. അത് ഇല്ലാതാക്കിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ തീർച്ചയായിട്ടും ഇറാനിലൊരു പൊതുജന അഭിപ്രായം വന്നിട്ടുണ്ട്, റസ പഹലവിനെ തിരിച്ചു കൊണ്ടുവരണം പ്രസിഡൻ്റായിട്ട്. പഴയ ഷായുടെ മകനെ, അയാൾ ഞങ്ങൾക്ക് വളരെ സ്വീകാര്യനാണെന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു 3-4 ആഴ്ചക്കകം യുദ്ധത്തിനൊരു അവസാനം ഉണ്ടായേക്കും. പക്ഷെ IRGC അങ്ങനെ പെട്ടെന്ന് ചാവുന്നതാണോ? നേതൃത്വമില്ലാത്ത ഒരു ഘടകമാണ് ഈ യുദ്ധത്തിൽ. അൾട്ടിമേറ്റ് വിന്നർ എന്ന് പറയുന്നത് ഒരു സൈനിക തലവനുണ്ടാവും, സൈനിക കമാൻഡർ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ അനുസരിച്ചിട്ടാണ് യുദ്ധം ജയിക്കുക. അപ്പം നമ്മൾ തന്നെ ഇവിടെ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ടല്ലോ, 1971 ഇൻഡോ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ ജയിക്കാൻ കാരണം ജനറൽ SHFJ മാനെക്ഷ, അന്നത്തെ കരസേനാ മേധാവിയായിരുന്നു. അദ്ദേഹമാണ് ഇന്ത്യൻ സൈന്യത്തിനെ നയിച്ചതും. അദ്ദേഹത്തിന് നാവികസേനയും പിന്നെ അതേപോലെ തന്നെ വ്യോമസേനയും വേണ്ടത്ര സപ്പോർട്ട് കൊടുത്തത്. എന്തുകൊണ്ടാണ് നമ്മൾ അവരുടെ പേര് ഓർത്തിരിക്കണം എന്നും? അഡ്മിറൽ SM നന്ദ നാവികസേനാ മേധാവിയായിരുന്നു. പിന്നെ എയർ ചീഫ് മാർഷൽ PC ലാൽ വ്യോമസേനാ മേധാവിയായിരുന്നു. ഇവർ വളരെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറക്കൂല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സൈനിക തലവന്മാർ ഇറാനിലുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. കാരണം ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ യൂണിറ്റുകളാക്കിയിട്ട് നിങ്ങൾ പോയി യുദ്ധം ചെയ്ത് തമ്മിത്തല്ലി ചത്തോന്ന് പറഞ്ഞ് വിടുന്നത്, അത് ബുദ്ധിപരമായ നേതൃത്വമില്ലാത്തതിൻ്റെ തെളിവാണ് ആ കാണിക്കുന്നത്. 4 ആഴ്ചയ്ക്ക് വരെ, 1 മാസത്തോളം ഈ യുദ്ധം നീണ്ടു നിൽക്കാം. അതിനു മുമ്പ് അവസാനിക്കാനും സാധ്യതയുണ്ട്. അധികം നാൾ ഈ യുദ്ധം പോവില്ല.